Hello students, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ ദ റോൾസ് ആൻഡ് മീൻ വാല്യൂ തിയറംസ്. സോ ഫസ്റ്റ് വൺ റോൾസ് തിയറം എന്താണെന്ന് നോക്കാം. റോൾസ് തിയറം ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, എന്നാലും നമുക്കതൊന്നുകൂടെ നോക്കാം. റോൾസ് തിയറം പറയുന്നത് ഇതാണ്. സപ്പോസ് നമ്മുടെ കയ്യിലൊരു കർവ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് ഉണ്ട്, സച്ച് ദാറ്റ് കർവ് എ ഹൊറിസോണ്ടൽ ലൈൻ ക്രോസസ് ദ കർവ് അറ്റ് 2 points. അതായത് എ കോമ എഫ് ഓഫ് എ ഉണ്ട്, ബി കോമ എഫ് ഓഫ് ബി ഉണ്ട്. ഇത് രണ്ടും കർവിൽ വരുന്നൊരു പോയിന്റ്സ് ആണ്. എക്ക് കറസ്പോണ്ടിങ് എഫ് ഓഫ് എയും ബിക്ക് കറസ്പോണ്ടിങ് എഫ് ഓഫ് ബിയും. ഹൊറിസോണ്ടൽ ലൈൻ ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിന്റെ മീനിങ് ഇതാണ്: എഫ് ഓഫ് എയുടെ വാല്യൂം എഫ് ഓഫ് ബിയുടെ വാല്യൂം സെയിം ആണ്. എന്നാലല്ലേ ഒരു ഹൊറിസോണ്ടൽ ലൈനിന് ഈ രണ്ട് പോയിന്റ്സിലൂടെ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. എഫ് ഓഫ് എയുടെ വാല്യൂ എഫ് ഓഫ് ബിയുടെ വാല്യൂം സെയിം അല്ലെങ്കിൽ അതൊരു ചെരിഞ്ഞ ലൈനായിട്ടല്ലേ കിട്ടുക. അപ്പൊ ഇങ്ങനെ ഒരു നേരെ ലൈൻ കിട്ടണമെങ്കിൽ അതിന്റെ മീനിങ് ഇതാണ്: എഫ് ഓഫ് എയുടെ വാല്യൂം എഫ് ഓഫ് ബിയുടെ വാല്യൂ ഇവിടെ സെയിം ആണ്. അങ്ങനെയാണ് എങ്കിൽ തിയറം പറയുന്നതാണ്, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പോയിന്റ് സിയെ കണ്ടുപിടിക്കാൻ സാധിക്കും. സച്ച് ദാറ്റ് അറ്റ് ദാറ്റ് പോയിന്റ് സി ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ്, സിയിൽ വരയ്ക്കുന്ന ടാൻജന്റിന്റെ സ്ലോപ്പ്, സിയിൽ വരയ്ക്കുന്ന ടാൻജന്റിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് സി ദാറ്റ് ഇസ് ഈക്വൽ ടു 0. അതായത് ഫ്ലാറ്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗം അതിനുണ്ടാവും. അവിടെ ടാൻജന്റ് വരച്ചിട്ടുണ്ടെങ്കിൽ ആ ടാൻജന്റിന്റെ സ്ലോപ്പ് 0 ആയിരിക്കും. ടാൻജന്റിന്റെ സ്ലോപ്പാണ് നമ്മൾ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്, എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത്. സോ അറ്റ് ദാറ്റ് പോയിന്റ് സി എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0 എന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് റോൾസ് തിയറത്തിന്റെ ജോമെട്രിക്കൽ മീനിങ്. അതിന്റെ തന്നെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ, അതായത് കർവില് പല സ്ഥലത്തും അങ്ങനെയുള്ള പോയിന്റ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് മിനിമം ഒരു പോയിന്റ് സി എങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് റോൾസ് തിയറത്തിൽ പറയുന്നത്. മിനിമം ഒരു പോയിന്റ്, മാക്സിമം എത്ര പോയിന്റ് വേണമെങ്കിലും ആവാം. അപ്പൊ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു എ എഫ് ഓഫ് എയും ഇങ്ങനെ ഒരു ബി എഫ് ഓഫ് ബി ഉണ്ടെങ്കിൽ അതിനിടയ്ക്ക് ആ സ്ലോപ്പ് 0 ആകുന്ന കണ്ടോ, ഒന്നിലധികം പോയിന്റ്സ്, 2 or 3 പോയിന്റ്സ് ഒക്കെ കാണിച്ചിട്ടുണ്ട് അവിടെ. അപ്പൊ മിനിമം ഒരു പോയിന്റ് എങ്കിലും ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും എന്നാണ് റോൾസ് തിയറം പറഞ്ഞാൽ. ഒന്നിലധികം ആയാലും പ്രോബ്ലം ഒന്നുമില്ല. അപ്പൊ എന്താണ് കൃത്യമായിട്ട് റോൾസ് തിയറം, എന്താണ് അതിന്റെ പ്രൂഫ് നോക്കാം. അപ്പൊ തിയറം പഠിക്കുമ്പോൾ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റും പ്രൂഫും ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. പേരുള്ള തിയറാകുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുമ്പോൾ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് റോൾസ് തിയറം എന്നാ പറയുള്ളൂ. അപ്പൊ നമ്മൾ സ്റ്റേറ്റ്മെന്റും ബൈ ഹാർട്ട് ചെയ്യണം, പ്രൂഫും ബൈ ഹാർട്ട് ചെയ്യണം. അതുപോലെ തന്നെ പ്രൂഫ് എഴുതാനായിട്ട് തെറ്റുകൂടാതെ ഓരോ ആർഗ്യുമെന്റ്സും നിരത്തി പ്രൂഫ് എഴുതാനായിട്ട് നമ്മൾ പഠിച്ചു വയ്ക്കണം. അപ്പൊ എന്താണ് ആദ്യം സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ നോക്കാം. സപ്പോസ് ദാറ്റ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എവറി പോയിന്റ് ഓഫ് ദ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി and differentiable at every point of open interval AB, and if f of a equal to f of b, then there is at least one number c in open interval AB such that f dash of c equal to 0. അപ്പോൾ നമ്മൾ പറഞ്ഞ ജോമെട്രിയിൽ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഇടയിൽ ബ്രേക്ക് ഒന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. പിന്നെ അത് ക്ലോസ് ഇന്റർവൽ എ ബിയിൽ കണ്ടിന്യൂസ് ആയിരിക്കണം. ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ അതിന്റെ ഇൻസൈഡിൽ അത് ഡിഫറൻഷ്യബിൾ, എല്ലായിടത്തും ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ലൈൻ പാസ് ചെയ്യാൻ പറ്റണം. ഓർമ്മയില്ലേ ജോമെട്രിയിൽ നമ്മൾ പറഞ്ഞ കാര്യം? അതായത് എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ there is at least one number, ഒരു നമ്പറെങ്കിലും ഉണ്ടാവും. ഒന്നിലധികം ആയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. there is at least one number c in open interval a b such that f dash of c equal to 0. അപ്പൊ എങ്ങനെയാണ് അതിന്റെ പ്രൂഫ് പറയുന്നത് നോക്കാം. ജോമെട്രി വെച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. പ്രൂഫ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. അപ്പോൾ എഫ് ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ബിയും കണ്ടിന്യൂസ്, എഫ് അസ്യൂംസ് ആബ്സല്യൂട്ട് മാക്സിമം ആൻഡ് ആബ്സല്യൂട്ട് മിനിമം വാല്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. അപ്പം നമ്മൾ പ്രീവിയസ് ചാപ്റ്ററിൽ പറഞ്ഞതുപോലെ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷന് ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ നമ്മൾ സ്മോൾ എം ക്യാപിറ്റൽ എം വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു തിയറം. കണ്ടിന്യൂസ് ഫംഗ്ഷൻസിനെല്ലാം ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ ഒരു ക്ലോസ്ഡ് ഇന്റർവെലിനെയാണ് അത് ഡിഫൈൻ ചെയ്തിരിക്കണമെങ്കിൽ ഉറപ്പായിട്ടും ഒരു ആബ്സല്യൂട്ട് മാക്സിമം, ഉറപ്പായിട്ടും ഒരു ആബ്സല്യൂട്ട് മിനിമം ഉണ്ടായിരിക്കും, നിർബന്ധമാണ് അത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട്, ആ തിയറം യൂസ് ചെയ്താൽ നമുക്കിവിടെ ഉറപ്പായിട്ടും ഒരു ആബ്സല്യൂട്ട് മാക്സിമം ആബ്സല്യൂട്ട് മിനിമം ഉണ്ട് എന്നുള്ളത് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇനിയും ആ ആബ്സല്യൂട്ട് മാക്സിമം ആബ്സല്യൂട്ട് മിനിമം എവിടെയൊക്കെ ഒക്കർ ചെയ്യാം എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. എവിടെയൊക്കെ ഒക്കർ ചെയ്യാം? at interior points where f dash is 0 എന്ന് വെച്ചാൽ ക്രിട്ടിക്കൽ പോയിന്റ്സ്. ആൻഡ് ഇന്റീരിയർ പോയിന്റ് വെയർ എഫ് ഡാഷ് ഡസ് നോട്ട് എക്സിസ്റ്റ്, അതായത് ഈക്വൽ ടു 0 ആകും. ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയുമ്പോൾ ഈക്വൽ ഫസ്റ്റ് 1 ഉം 2 കൂടി ചേർന്നതാണ് കേട്ടോ ക്രിട്ടിക്കൽ പോയിന്റ്. അതായത് എവിടെയൊക്കെ എഫ് ഡാഷ് 0 ആകുന്നോ, എവിടെയൊക്കെ എഫ് ഡാഷ് അൺഡിഫൈൻഡ് ആകുന്നു, ഡസ് നോട്ട് എക്സിസ്റ്റ് മീൻസ് അൺഡിഫൈൻഡ് ആകുന്നു. ഈ രണ്ട് ടൈപ്പ് പോയിന്റ്സിനെയും കൂടി ചേർത്തിട്ടില്ലേ നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയാറ്. അപ്പൊ ആദ്യത്തെ രണ്ടെണ്ണം ക്രിട്ടിക്കൽ പോയിന്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ എവിടെയൊക്കെ അറിയാം?
at the endpoints of the function's domain. In this case, it is A and B. അപ്പോൾ ഈ 3 പ്ലേസിലാണ് ഈ ആബ്സല്യൂട്ട് മാക്സിമം ആബ്സല്യൂട്ട് മിനിമം ഉള്ളത് എക്സിസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി. ഓക്കെ, ഇനി ബൈ ഹൈപ്പോത്തസിസ് എഫ് ഹാസ് എ ഡെറിവേറ്റീവ് അറ്റ് എവറി ഇന്റീരിയർ പോയിന്റ്. അപ്പോൾ നമ്മളോട് ഹൈപ്പോത്തസിസിൽ പറഞ്ഞിട്ടുണ്ട് ഓപ്പൺ ഇന്റർവെൽ എ ബിയിൽ അത് എല്ലായിടത്തും ഡിഫറൻഷ്യബിൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് റൂൾസ് ഔട്ട് 2. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്പർ 2 പറയുന്ന ടൈപ്പ് പോയിന്റ്സ് ഉണ്ടാവില്ല. എവിടെയൊക്കെയാണോ എഫ് ഡാഷ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആകുന്ന പോയിന്റ് ഇല്ല, എല്ലായിടത്തും എഫിന്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ഓൾറെഡി ഹൈപ്പോത്തസിസിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 എന്ന് പറയുന്ന കേസിനെ, ഈ 2 എന്ന് പറയുന്ന ടൈപ്പ് പോയിന്റ്സിനെ നമുക്ക് ഒഴിവാക്കാം, റൂൾ ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ച് ഇനി ചിന്തിക്കേണ്ട. പിന്നെ ഏതൊക്കെ നോക്കിയാൽ മതി, എവിടെയൊക്കെയാണ് എഫ് ഡാഷ് 0 ആകുന്നതെന്നും എൻഡ് പോയിന്റും മാത്രം നോക്കിയാൽ മതി. സോ നമുക്ക് ആകെ ലീവിങ് വിത്ത് അസ് അത് റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏതൊക്കെ കേസുകളുള്ളൂ, എഫ് ഡാഷ് ഈക്വൽ ടു 0 ആകുന്ന പോയിന്റ്സും ആൻഡ് 2 എൻഡ് പോയിന്റ്സ് ആയ എയും ബിയും ആ പ്ലേസിൽ മാത്രം ആബ്സല്യൂട്ട് മാക്സിമം ആബ്സല്യൂട്ട് മിനിമം ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ if either the maximum or the minimum occurs at the point C inside the interval, then f dash of C equal to 0. അപ്പോൾ സപ്പോസ് മാക്സിമം മിനിമം ഉള്ളിലുള്ള ഏതെങ്കിലും ഇന്റീരിയർ പോയിന്റിൽ തന്നെയാണ് എന്ന് വിചാരിക്കാം. എൻഡ് പോയിന്റിലേക്ക് പോയിട്ടില്ല, ഉള്ളിൽ തന്നെയാണ്, ഏതെങ്കിലും ഇന്റീരിയർ പോയിന്റിലാണ് മാക്സിമം മിനിമം എക്സിസ്റ്റ് ചെയ്യുന്നേ. ഏതെങ്കിലും ഒന്നെങ്കിലും മാക്സിമം ഓർ മിനിമോ ഏതെങ്കിലും ഒന്നെങ്കിലും ഒരു ഇന്റീരിയർ പോയിന്റിലാണ്, ഇൻസൈഡ് വരുന്ന ഒരു പോയിന്റിലാണ് ഒക്കർ ചെയ്യണമെങ്കിൽ ആ പർട്ടിക്കുലർ പോയിന്റിൽ എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് കഴിഞ്ഞ ചാപ്റ്ററിൽ നിന്ന് കിട്ടുന്ന ഒരു റിസൾട്ട് ആണ് അല്ലേ. അൺഡിഫൈൻഡ് ആകുന്ന പോയിന്റ്സ് ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. പിന്നെ ഉള്ളിലുള്ള ഒരു പോയിന്റിലാണ് അതിനെ മാക്സിമോ മിനിമോ ഒക്കർ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ആ പോയിന്റിൽ വാല്യൂ എഫ് ഡാഷ് ഓഫ് സിയുടെ വാല്യൂ 0 ആയിരിക്കും. സി ആണ് ആ പോയിന്റിൽ എഫ് ഡാഷ് ഓഫ് സിയുടെ വാല്യൂ 0 ആയിരിക്കും. നമുക്ക് കഴിഞ്ഞ ചാപ്റ്ററിൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ തിയറി എഴുതുമ്പോൾ ഇൻ ദ പ്രീവിയസ് ചാപ്റ്റർ എന്നൊന്നും എഴുതി വെക്കരുത് കേട്ടോ. എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0 എന്ന് എഴുതിയാൽ മതി. അങ്ങനെ നിങ്ങൾ നോട്ട് എഴുതുന്ന സമയത്ത് ഞാൻ മാർക്ക് ചെയ്ത് തന്നത് നോക്കി എഴുതുമ്പോൾ ഇങ്ങനെയുള്ള അനാവശ്യമായ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ കോമൺ സെൻസ് കൊണ്ട് ഒഴിവാക്കില്ലേ, അങ്ങനെ ഒഴിവാക്കി എഴുതിക്കോളൂ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ ഇതേപോലെ തന്നെ കോപ്പി ചെയ്ത് വെക്കരുത് കേട്ടോ. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ സി നമ്മൾ റോൾസ് തിയറത്തിൽ പറയുന്ന സി ആയിട്ട് എടുത്താൽ മതി. മാക്സിമം മിനിമം എന്തായാലും ഉണ്ട്, അത് ഏതെങ്കിലും ഒരു ഇന്റീരിയർ പോയിന്റിലാണ് ഒക്കർ ചെയ്യണമെങ്കിൽ ആ ഇന്റീരിയർ പോയിന്റിൽ എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ആ പർട്ടിക്കുലർ പോയിന്റ് നമ്മുടെ റോൾസ് തിയറത്തിൽ പറയുന്ന ഈ പോയിന്റ് ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ ഓക്കെ ആയി. എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0 ആകുന്ന ഒരേ ഒരു പോയിന്റ് എങ്കിലും ഉണ്ട് എന്ന് നമുക്ക് അതുവഴി പറയാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ ഒരു കാര്യം, ഒരു പോസിബിലിറ്റി അങ്ങനെ വരാം. ഇനി അല്ല എങ്കിൽ ഇഫ് ബോത്ത് മാക്സിമം ആൻഡ് മിനിമം ആർ അറ്റ് എ ഓർ ബി, സപ്പോസ് എൻഡ് പോയിന്റ്സിൽ രണ്ടും കൂടെ ഏതെങ്കിലും ഒന്നുള്ളിലുണ്ടെങ്കിൽ ആ പോയിന്റ് നമുക്ക് റോൾസ് തിയറത്തിൽ പറയുന്ന സി ആയിട്ട് എടുക്കാം എന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി രണ്ടും കൂടെ എൻഡ് പോയിന്റിലാണ് ഒക്കർ ചെയ്യണമെങ്കിലോ മാക്സിമം മിനിമം പോയിട്ട് എൻഡ് പോയിന്റിലാണ്, എൻഡ് പോയിന്റിലും മാക്സിമം മിനിമം വരാനുള്ള ചാൻസ് ഉണ്ടല്ലോ. സപ്പോസ് രണ്ടും കൂടെ എൻഡ് പോയിന്റിലാണ് ഒക്കർ ചെയ്യുന്നേന്ന് വിചാരിക്കുക. അപ്പൊ എന്താ ഉണ്ടാവുക, ഏതെങ്കിലും ഒരെണ്ണത്തിൽ മാക്സിമം ഏതെങ്കിലും ഒരെണ്ണത്തിൽ മിനിമവും വരും. എയിലും ബിയിലും ആണ് ഒക്കർ ചെയ്യണമെങ്കിൽ ഒന്നിൽ മാക്സിമം ഒന്നിൽ മിനിമം വരും. നമ്മുടെ അസംഷൻ പ്രകാരം, ഹൈപ്പോത്തസിസിലെ അസംഷൻ പ്രകാരം എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ആണ്. അപ്പൊ എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ആയതുകൊണ്ട് നമുക്കിവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് രണ്ടും കൂടെ എൻഡ് പോയിന്റിലാണ് ഒക്കർ ചെയ്യണമെങ്കിൽ മാക്സിമം മിനിമം ഈക്വൽ ആയിട്ട് വരും അല്ലേ. മാക്സിമം മിനിമം ഈക്വൽ ആയിട്ട് വരും. മാക്സിമം മിനിമം ഒരു ഫംഗ്ഷന്റെ മാക്സിമം മിനിമം ഈക്വൽ ആവാന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ എങ്ങനെയായിരിക്കും, ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിരിക്കണം. കാരണം കോൺസ്റ്റന്റ് ഫംഗ്ഷൻ മാത്രമല്ലേ അതിന്റെ മാക്സിമം മിനിമം ഈക്വൽ ആയിട്ട് വരുള്ളൂ. ബാക്കി ഏത് ഫംഗ്ഷൻ എടുത്താലും അതിന്റെ മാക്സിമം മിനിമം ഈക്വൽ ആയിട്ട് വരില്ല. അപ്പൊ ആ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ മാത്രമാണ്. ഇപ്പൊ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5, അങ്ങനത്തെ കോൺസ്റ്റന്റ് ഫംഗ്ഷൻസിന് അതിന്റെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ എപ്പോഴും സെയിം ആയിരിക്കും. അപ്പൊ രണ്ടും കൂടെ എൻഡ് പോയിന്റിലാണ് ഒക്കർ ചെയ്യുന്നതെങ്കിൽ ആ ഫംഗ്ഷൻ ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഏത് പോയിന്റിലും എഫ് ഡാഷ് ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ഏത് പോയിന്റിലും ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിരിക്കും. അപ്പൊ റോൾസ് തിയറത്തിൽ പറയുന്ന സി ആയിട്ട് നമുക്ക് ഏത് പോയിന്റ് വേണമെങ്കിലും ആ ഇന്റർവെലിൽ നിന്ന് സെലക്ട് ചെയ്യാം. അപ്പൊ ഒന്നിലധികം സികൾ കിട്ടും. ഓക്കെ, അപ്പൊ ഏത് കേസ് ആണെങ്കിലും മാക്സിമം മിനിമം ഏതെങ്കിലും ഒരെണ്ണോ അല്ലെങ്കിൽ രണ്ടും ഉള്ളിലാണ് എങ്കിൽ റോൾസ് തിയറത്തിൽ പറയുന്ന പോലെ ഒരു സിയെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആ പർട്ടിക്കുലർ പോയിന്റ്സോ പോയിന്റോ
എത്രയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഇനി അതല്ല രണ്ടും എൻഡ് പോയിന്റിൽ വരുന്ന കേസ് ആണെങ്കിലും നമുക്ക് ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആയിട്ട് അസ്യൂം ചെയ്തിട്ട് എല്ലാ പോയിന്റിലും ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ എല്ലാ പോയിന്റിലും ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ റോൾസ് തിയറത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റിനെങ്കിലും ഐഡന്റിഫൈ ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. അതിലുള്ള എല്ലാ പോയിന്റും റോൾസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ് ആയിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഏത് കേസിലാണെങ്കിലും നമുക്ക് അങ്ങനത്തെ ഒരു സി എങ്കിലും ഒന്നിലധികമോ ആവാം, ഒരു സി എങ്കിലും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. 2 പോസിബിലിറ്റി ഉണ്ടായിരുന്നത് ഈ പറഞ്ഞ 2 പോസിബിലിറ്റി ആയിരുന്നു. ആ 2 പോസിബിലിറ്റിയിലും നമുക്ക് അങ്ങനത്തെ സികളെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് ഹെൻസ് വെരിഫൈസ് റോൾസ് തിയറം. അപ്പോൾ അതാണ് റോൾസ് തിയറത്തിന്റെ പ്രൂഫായിട്ട് വരുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഒരു പ്രോബ്ലം നോക്കാം. ദ പോളിനോമിയൽ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് ബൈ 3 മൈനസ് 3x which is continuous at every point. ഇത് ഒരു പ്രോബ്ലം ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞേക്കുന്നത്. വെരിഫൈ റോൾസ് തിയറം എന്ന് ചോദിച്ചിട്ട് പ്രോബ്ലം ആയിട്ട് ഇത് ചോദിക്കാം. അപ്പോൾ ഇത് പഠിച്ചു വെക്കുക കേട്ടോ. ഇത് പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇത് ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ കണ്ടിന്യൂസ് ആയിരിക്കും. പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഓപ്പൺ ഇന്റർവെൽ -3 ഇത് ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ഇനി വെരിഫൈ ചെയ്യുക. അപ്പോൾ ഇതാണല്ലോ ഇന്റർവെൽ. എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും എഫ് ഓഫ് -3യും എഫ് ഓഫ് 3യും വെരിഫൈ ചെയ്യുക. അപ്പോൾ അത് രണ്ടും 0 ആണെന്ന് കിട്ടി. 0 ആണ്, മാത്രമല്ല അത് ഈക്വൽ ആണ് എന്നുള്ളത് കിട്ടി. അപ്പം അതുകൊണ്ട് ആ കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ഇതിൻ്റെ ഉള്ളിൽ ഒരു പോയിന്റിനെ എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0 വരുന്ന ഒരു പോയിന്റിനെ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ആദ്യം എഫ് ഡാഷ് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്തതിന് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. എക്സ് സ്ക്വയർ -3 ഈക്വൽ ടു 0. അതിൽ നിന്ന് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ എക്സ് ഈക്വൽ ടു -3 ആൻഡ് എക്സ് ഈക്വൽ ടു +3 എന്ന് കിട്ടും. പക്ഷേ ഈ -3 എന്ന് പറയുന്ന ഓപ്പൺ ഇന്റർവെലിന്റെ ഉള്ളിൽ ആര് മാത്രമേ കിടക്കുന്നുള്ളൂ? +√3 മാത്രം അതിന്റെ ഉള്ളിൽ, ആ ഇന്റർവെലിന്റെ ഉള്ളിൽ. അല്ല, രണ്ടും കിടക്കുന്നുണ്ട് അല്ലെ? രണ്ടും ഇതിന്റെ ഉള്ളിൽ തന്നെ ലൈ ചെയ്യും. -√3യും ഈ ഇന്റർവെല്ലിൽ തന്നെ കിടക്കും, +√3 ഇതിന്റെ ഉള്ളിൽ തന്നെ കിടക്കും. അപ്പൊ നമുക്ക് 2 പ്രാവശ്യം എഫ് ഡാഷ് ഓഫ് സി 0 ആകുന്ന 2 പോയിന്റ്സിന് ഇവിടെ കിട്ടുന്നുണ്ട്. ഒന്നിന് പകരം അറ്റ്ലീസ്റ്റ് ഒരെണ്ണെങ്കിലും കിട്ടണമായിരുന്നു. അപ്പൊ ഇവിടെ 2 എണ്ണത്തിന് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ റോൾസ് തിയറം വെരിഫൈ ചെയ്തു എന്ന് എഴുതി വെക്കാം. ഇത് ഈ ഇന്റർവെല്ലിന്റെ ഉള്ളിലായിട്ട് കിട്ടണം ഒരു പോയിന്റെങ്കിലും കിട്ടണം. അപ്പോൾ ഇവിടെ 1 അല്ല 2 എണ്ണം കിട്ടണതുകൊണ്ട് റോൾസ് തിയറം വെരിഫൈ ചെയ്തു. അത് എഴുതി വെക്കുക കേട്ടോ. അടുത്തത് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ഹാസ് റൂട്ട്സ് അറ്റ് എക്സ് ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഈക്വൽ ടു 2π. വെരിഫൈ ദ ഹൈപ്പോത്തസിസ് ആൻഡ് കൺക്ലൂഷൻ ഓഫ് റോൾസ് തിയറം ഫോർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ഇൻ ദ ഇന്റർവെൽ ക്ലോസ്ഡ് ഇന്റർവെൽ 0 to π. സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്കറിയാം കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ് എവ്രിവെയർ. അപ്പോൾ ഇൻ പർട്ടിക്കുലർ അത് ക്ലോസ്ഡ് ഇന്റർവെൽ 0 to π കണ്ടിന്യൂസും ഓപ്പൺ ഇന്റർവെൽ 0 to π ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അക്കാര്യത്തിന് സംശയമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ടത് എഫ് ഓഫ് 0ന്റെയും എഫ് ഓഫ് 2πന്റെയും വാല്യൂ ആണ്. അതിവിടെ എഴുതിയിട്ടില്ല, നിങ്ങൾ അതും കൂടി ഇതിന്റെ ഇടയിൽ ഒന്ന് എഴുതി വെച്ചോളൂ. റൂട്ട്സ് ഉണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്, ഹാസ് റൂട്ട്സ് ഉണ്ട്. ഹാസ് റൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് 0 ഈക്വൽ ടു 0, അതായത് സൈൻ 0 ഈക്വൽ ടു 0 ആൻഡ് സൈൻ 2π ഈക്വൽ ടു 0. അപ്പോൾ എഫ് ഓഫ് 0 ഈക്വൽ ടു 0 ആൻഡ് എഫ് ഓഫ് 2π ഈക്വൽ ടു 0 ആൻഡ് ഹെൻസ് എഫ് ഓഫ് 0 ഈക്വൽ ടു എഫ് ഓഫ് 2π എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ അത് ഇവിടേക്ക് എടുത്ത് എഴുതാത്തത് കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ ഒന്നുകൂടെ ഒരു ലൈനിൽ എഴുതി വെച്ചോ. ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് എഫ് ഓഫ് 0 ഈക്വൽ ടു 0 ആൻഡ് എഫ് ഓഫ് 2π ഈക്വൽ ടു 0 ഹെൻസ് എഫ് ഓഫ് 0 ഈക്വൽ ടു എഫ് ഓഫ് 2π. അതിന്റെ വാല്യൂ കറക്റ്റ് 0 തന്നെ വരുന്ന നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. ഇപ്പൊ ഈ 2 പ്രോബ്ലത്തിൽ അത് കറക്റ്റ് 0 തന്നെ വന്നേ ഉള്ളൂ. ആ 2 വാല്യൂ ഈക്വൽ ആയിട്ട് വന്നാൽ മതി. അതായത് എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ആയാൽ മതി കേട്ടോ. അതൊക്കെ ഈ 2 കേസിൽ അത് ഈക്വൽ ടു 0 ആയിട്ട് വന്നേ ഉള്ളൂ. എഫ് ഓഫ് എന്റെ എഫ് ഓഫ് ബിയുടെ വാല്യൂ ഈക്വൽ ആയാൽ മതി. അത് നിർബന്ധമായിട്ടും 0 ആയിരിക്കണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അത് രണ്ടും ഈക്വൽ ആയാൽ മതി കേട്ടോ. ഈ 2 പ്രോബ്ലത്തിൽ ഞാൻ 0 വന്നുകൊണ്ട് എല്ലാ വർഷവും കുട്ടികൾ അത് 0 ആവണോ എന്ന് നിർബന്ധിച്ച് ചോദിക്കാറുണ്ട്. അത് നിർബന്ധമില്ല കേട്ടോ. 0 ആവണമെന്നൊന്നും നിർബന്ധമില്ല, ഈക്വൽ ആയാൽ മതി. ഇനി എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0 ആകുന്ന പോയിന്റ്സ് ഒന്ന് ചെക്ക് ചെയ്യാൻ എഫ് ഡാഷ് ഓഫ് എക്സ് എടുത്തു. അപ്പോൾ കോസ് എക്സ് ആണ്. കോസ് എക്സ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ ഇവിടെ എഫ് ഡാഷ് ഉണ്ട് കേട്ടോ. നോട്ട് എഴുതുമ്പോൾ ശ്രദ്ധിച്ചോളൂ. എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0, കോസ് എക്സ് ഈക്വൽ ടു 0 ആകുന്ന പോയിന്റ്സ് ഈ ഇന്റർവെല്ലിൽ 2 പോയിന്റ്സിനെ കിട്ടും, π/2 3π/2. അപ്പോൾ ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനെ കുറിച്ചിട്ട് നല്ല അറിവുണ്ടാവണം കേട്ടോ. അത് എവിടെയൊക്കെ 0 ആവുന്നത്, എവിടെ വാല്യൂസ് എന്തൊക്കെ വരുന്നു എന്നുള്ളതൊക്കെ ഓൾറെഡി +2 പഠിച്ചതല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് കോസ് എക്സ് ഈക്വൽ ടു 0 ആകുന്ന 2 പോയിന്റ്സ് ആണ് കിട്ടുക. ഈ ഇന്റർവെല്ലിൽ π/2 കിട്ടും, 3π/2 കിട്ടും. ആൻഡ് ഹെൻസ് വെരിഫൈസ് റോൾസ് തിയറം. ഓക്കെ.